ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. പിന്നെ മിക്കവാറും ഇന്റർവ്യൂ ഉണ്ടാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എജൂസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകളും ഇന്റർവ്യൂ ഗൈഡൻസും ഒക്കെ തരുന്നതായിരിക്കും. ഈ മെസ്സേജ് വന്നവർ കേട്ടോ, ഈ മെസ്സേജ് വന്നവർ ഇനി വരുന്ന മുറയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള എല്ലാ ഗൈഡൻസും ജോലി കിട്ടുന്നത് വരെയുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. കേട്ടോ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് നിങ്ങളുടെ ജോലിയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ കഴിഞ്ഞ JPHN എക്സാം പരീക്ഷ അല്ലേ, അതായത് ഏപ്രിൽ മാസം 26-ാം തീയതി ആയിരുന്നു നമ്മുടെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എക്സാം കഴിഞ്ഞത്. അപ്പോൾ ആ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു മാസം തന്നെ ആയിട്ടില്ല അല്ലേ, ഒരു മാസം തന്നെ ആയിട്ടില്ല, ഏകദേശം 20-21 ദിവസമേ ആയിട്ടുള്ളൂ. ആ എക്സാം എഴുതിയ കുറച്ച് കുട്ടികൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു അല്ലേ. അപ്പം ആക്ച്വലി അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഡൗട്ട് ഒരുപാട് കുട്ടികൾക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത്, പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുന്നത് വയനാട് ഡിസ്ട്രിക്ട്, അതായത് DHS വയനാട് ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിൽ എക്സാം എഴുതിയ സ്റ്റുഡൻസിനാണ് ഇപ്പൊ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ ഒരുപാട് സ്റ്റുഡൻസ്, അതായത് നമ്മുടെ തന്നെ സ്റ്റുഡൻസ്, വയനാട് DHS എഴുതിയിരുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേര് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു, അതെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അത് കൂടാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട് പല സ്റ്റുഡൻസും ചോദിക്കുകയുണ്ടായി. അതായത് ഇപ്പൊ ലിസ്റ്റ് വന്നിരിക്കുന്നത് വയനാട് DHSന്റെ അണ്ടറിലുള്ള ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പിന്നാലെ ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിന്റെയും DHSന്റെ ലിസ്റ്റ് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ JPHN DMEയുടെ ലിസ്റ്റ് വരിക. അപ്പം ഇതിന്റെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, JPHന്റെ ഈ പ്രൊഫൈൽ മെസ്സേജ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള എല്ലാവർക്കും ഉടനെ തന്നെ വരും. അതായത് ഒരു 1 വീക്കിനകത്ത് തന്നെ വരും. ഇതിന്റെ റാങ്ക് ലിസ്റ്റും അധികം താമസമില്ലാതെ വരും കേട്ടോ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് DHSന്റെ അണ്ടറിൽ എക്സാം എഴുതിയ സ്റ്റുഡൻസിന് മിക്കവാറും ഇന്റർവ്യൂ ഉണ്ടാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എജൂസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകളും ഇന്റർവ്യൂ ഗൈഡൻസും ഒക്കെ തരുന്നതായിരിക്കും. ആക്ച്വലി ഇതിന്റെ ഡീറ്റെയിൽസ് ഇനി, അതായത് ഈ ലിസ്റ്റ് വന്നതിന് ശേഷം, ഈ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ്, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് തന്നിരിക്കാം. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉറപ്പായിട്ട് നമ്മുടെ, അതായത് ഈ മെസ്സേജ് വന്നവർ കേട്ടോ, ഈ മെസ്സേജ് വന്നവർ ഇനി വരുന്ന മുറയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള എല്ലാ ഗൈഡൻസും ജോലി കിട്ടുന്നത് വരെയുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. ആക്ച്വലി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ എജൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് തന്നെ ആകണമെന്നില്ല, അല്ലാതെയുള്ള സ്റ്റുഡൻസിന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പം ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല, ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഈ പ്രൊഫൈൽ മെസ്സേജ് പലർക്കും വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ വയനാട് ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ട്, ഇതിന് പിന്നാലെ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ പലരും ചോദിക്കുന്നു ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ്. കട്ട് ഓഫ് ആക്ച്വലി നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. ഏകദേശം നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്തായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴായിരിക്കും നമുക്ക് കട്ട് ഓഫ് വരിക. കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതായത് കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ള മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിനായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക കേട്ടോ. അപ്പൊ അതാണ് ജസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് ഇതുപോലെ, അതായത് JPHN എക്സാം എഴുതിയ വയനാട് ഡിസ്ട്രിക്റ്റിലുള്ള സ്റ്റുഡൻസിന് ഇതുപോലെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. ഇത് എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കേട്ടോ, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള, അതായത് ഈ ഡോക്യുമെന്റ്സ് നോക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് PSC തീരുമാനിക്കുക. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. എല്ലാവരും റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് PSC പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് ശീലമുള്ള അല്ലെങ്കിൽ പരിശീലനമുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് നിങ്ങളുടെ ജോലിയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഇനി ഏകദേശം 2 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്, ക്രാഷ് ബാച്ച്, പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അഡ്മിഷൻ തുടരുന്നു. അപ്പോൾ ഇനി ആക്ച്വലി 2 മാസം കൊണ്ട് നമ്മുടെ കയ്യിൽ സിലബസ് അറിഞ്ഞ് നമ്മൾ പഠിക്കുകയാണ്, നമ്മുടെ എക്സാം പാറ്റേൺ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ വരിക മാത്രമല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന്, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ബാച്ചിൽ
ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി അറിയാമായിരിക്കും നിങ്ങൾക്ക്. റെഗുലർ ക്ലാസ്, അതോടൊപ്പം തന്നെ ലൈവ് ആയിട്ടുള്ള റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും, അത് കൂടാതെ പല റൗണ്ട് റിവിഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ സ്റ്റാഫ് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഒക്കെ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പം ഇതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ റെഗുലറായിട്ട് നൽകുന്നതായിരിക്കും.